ലഹരിക്കെതിരെ ക്യാമ്പയിനുമായി PC വിഷ്ണുനാഥ് MLA നടത്തുന്ന പദയാത്ര ഏപ്രിൽ 11 ആരംഭിക്കും. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ക്യാമ്പയിനുമായാണ് PC വിഷ്ണുനാഥ് MLA 11 മുതൽ എല്ലാ പഞ്ചായത്തുകളിലും ജനജാഗ്രതാ യാത്ര എന്ന പേരിൽ പദയാത്ര നടത്തുന്നത്. പദയാത്രയിലും തുടർ പ്രവർത്തനങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തുമെന്ന് MLA പറഞ്ഞു. രാസലഹരിയുടെ വ്യാപനം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വളരെ അപകടകരമായ വിധം വ്യാപിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിലുണ്ടാവുകയും അതിൽ കൊച്ചുകുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ വരെ പ്രതിയാവുകയും സഹപാഠിയെ പോലും കൊല്ലുന്നതിന് മടിയില്ലാത്ത വിധത്തിൽ കുട്ടികൾ മാറുകയും ചെയ്യുന്ന അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഞാൻ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി 2 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ ആദ്യമായി ഒരു അടിയന്തര പ്രമേയമായി തന്നെ കേരളത്തിൻ്റെ വിദ്യാലയങ്ങളെ വിഴുങ്ങുന്ന ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പിൻ്റെ സ്വഭാവത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അന്ന് ആ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്നതിനെ കക്ഷിഭേദമില്ലാതെ എല്ലാവരും അനുമോദിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി അന്ന് നിയമസഭാ സ്പീക്കറായിരുന്നു. അദ്ദേഹം സ്പീക്കറുടെ ചെയറിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രമേയം സഭയിൽ കൊണ്ടുവന്നതിനെ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി അതിനെ അഭിനന്ദിച്ചു. അദ്ദേഹം പ്രമേയത്തിൻ്റെ അവതരണത്തിന് ശേഷമുള്ള മറുപടിയിൽ ഒക്ടോബർ 2 മുതൽ നവംബർ 14 വരെ നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ക്യാമ്പയിന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തുകയുണ്ടായി. നമ്മുടെ മണ്ഡലത്തിലും നമ്മളെല്ലാ പഞ്ചായത്തിലും വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി മാധ്യമങ്ങളുടെ എല്ലാം നല്ല സഹായത്തോടു കൂടി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അത് അവബോധത്തിൻ്റേതായ ഒരു ഘട്ടം, ഒരു തലമായിരുന്നു. നമ്മളെന്തായാലും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ലഹരി വിരുദ്ധ അല്ലെങ്കിൽ മയക്കുമരുന്നിനൊക്കെ എതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ വരുന്ന ഏപ്രിൽ 11 മുതൽ 17 വരെ ഒരു പഞ്ചായത്തിൽ എല്ലാ ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സംഘടനകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ പിന്തുണ എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു ജനജാഗ്രതാ യാത്ര, സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു വയലൻസ് എന്ന മുദ്രാവാക്യത്തിൽ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അത് 11-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർ ഈ ജനജാഗ്രതാ യാത്ര ഉദ്ഘാടനം ചെയ്യും. MGD സ്കൂളിൽ വെച്ചാണ് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. അഭിനന്ദനായ കൊല്ലം മെത്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവാനാസിയോസ് മെത്രാപ്പൊലിത്ത തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജനപഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും ഒക്കെ ജനപ്രതിനിധികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, വിവിധ സന്നദ്ധ സംഘടനകളുടെ പൗരസമിതിയുടെയും അടക്കമൊക്കെയുള്ള എല്ലാ ലയൺസ്, JCs, റോട്ടറി, YMCA തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ 11 വൈകിട്ട് 4 മണിക്ക് കുണ്ടറ MGD സ്കൂളിൽ വെച്ച് NK പ്രേമചന്ദ്രൻ MP യാത്ര ഉദ്ഘാടനം ചെയ്യും. ഓർത്തഡോക്സ് സഭ കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവാനിയോസ് മുഖ്യപ്രഭാഷണം നടത്തും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സമുദായ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകൾ, കോളേജുകൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പദയാത്രയും തുടർ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും MLA അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.